വഴി മോശം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് നടി മാല പാർവതി സൈബർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് സൈബർ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. അമ്മ വേഷത്തിലും സഹനടിയായും മലയാളത്തിൽ ശ്രദ്ധേയയായ മാല പാർവതി നെഗറ്റീവ് വേഷത്തിലെത്തി ഞെട്ടിച്ച സിനിമയാണ് മുറ. രാമദേവി എന്ന വനിതാ ഗുണ്ടാ നേതാവായാണ് മാല പാർവതി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിലൂടെ ചിത്രം OTT റിലീസായതോടെ സിനിമയിലെ നടിയുടെ ഒരു ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. മാല പാർവതിയുടെ കഥാപാത്രം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ തന്റേതല്ല എന്ന് മാല പാർവതി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു. മുറ എന്ന സിനിമയിൽ ജിമ്മിൽ അത് എന്റെ വർക്കൗട്ട് വീഡിയോ ആയി തെറ്റിദ്ധരിച്ച് പല മെസ്സേജ് ലഭിക്കുന്നുണ്ട്. മുറ എന്ന ചിത്രത്തിലെ ഒരു രംഗമാണത്. സിനിമ കാണൂ, ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം. മാല പാർവതിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. അതേസമയം ഈ രംഗത്തിൽ മറ്റൊരാളാണോ അഭിനയിച്ചത് എന്ന ചോദ്യത്തിന് താൻ തന്നെയാണ് സിനിമയിൽ വർക്കൗട്ട് രംഗത്തിലുള്ളത് എന്നാണ് നടി മറുപടിയും നൽകിയത്. മാല പാർവതി ഇതുവരെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒന്നാണ് മുറയിലെ രമാദേവി എന്ന കഥാപാത്രം. ഒരു വനിതാ ഗുണ്ടാ നേതാവാണ് രമചേച്ചി എന്ന് വിളിക്കുന്ന ഈ ഒരു കഥാപാത്രം. സുരേഷ് ബാബു രചന നിർവഹിച്ച ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടാണ് നായകൻ. ചിത്രത്തിൽ ഹൃദു ഹരുൺ, ജോവിൻ ദാസ്, അനുജിത് കണ്ണൻ, യദു കൃഷ്ണൻ, വിഘ്നേഷ് സുരേഷ്, കൃഷ് ഹസൻ, കനി കുസൃതി എന്നിവരായിരുന്നു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നത്. മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തിന് മറ്റൊരു ഉദാഹരണമായി മാത്രമേ ഈ സംഭവത്തെ കാണാൻ കഴിയൂ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടി ദിവ്യപ്രഭയുടെ ചിത്രത്തിലെ ഒരു രംഗം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും വലിയ വിവാദമായിരുന്നു. സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു കൂട്ടം കാമകോമരങ്ങളുടെ കാട്ടിക്കൂട്ടലാണ് ഇത്തരം സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ. പെണ്ണിന്റെ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ കാണുമ്പോഴേക്കും അതിൽ കാമം കണ്ടെത്തി അതിനെ പരമാവധി മറ്റുള്ളവരിൽ എത്തിച്ചുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്നത് ഒരുതരം മാനസിക വിഭ്രാന്തിയാണ്. അത് അമ്മയുടെ പ്രായം ഉള്ളവളാണെങ്കിലും മകളുടെ പ്രായം ഉള്ളവളാണെങ്കിലും അതൊന്നും ഇത്തരക്കാർക്ക് പ്രശ്നമല്ല. അവർക്ക് വേണ്ടത് ചൂടൻ രംഗങ്ങൾ മാത്രം. അങ്ങനെയാണ് മാല പാർവതിയുടെ ചിത്രത്തിലെ ഒരു രംഗമെടുത്ത് എഡിറ്റ് ചെയ്ത് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചതിന് പിന്നിലും. 2 ആഴ്ച മുൻപാണ് മാല പാർവതി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സിനിമയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എടുത്ത് എഡിറ്റ് ചെയ്ത് മോശമായ രീതിയിൽ ദൃശ്യങ്ങൾ ചില യൂട്യൂബർമാർ പ്രചരിപ്പിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇത്തരത്തിൽ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളുടെ ലിങ്കുകൾ പരാതിക്കാരി തന്നെ പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുക്കുകയും നടിയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. കേസിൽ അന്വേഷണം ആരംഭിച്ചതായി സൈബർ പോലീസ് അറിയിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി യൂട്യൂബിനെ സമീപിക്കും. ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. എന്നാൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കൊഴുപ്പ് കുറഞ്ഞത് കത്രിന ചേച്ചിക്ക്, കൊഴുപ്പുള്ളത് കിങ്ങിണിക്ക്, ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ പാല്. ഹലോ, ഇന്നോട്ട് ഞങ്ങൾക്കും കൂടെ മിൽമ. അല്ല, മിൽമ പാല് പലതരത്തിലുണ്ടല്ലോ, അതിലേതാ? ഞങ്ങൾക്ക് നീലപ്പാക്കറ്റ്. ഓ, അപ്പൊ നിങ്ങൾക്ക് ചായക്കുള്ള പാൽ പ്രൈം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 5 വേരിയന്റുകളിൽ മിൽമ ഇപ്പോ പുതിയ പാക്കിംഗിൽ. ടോണ്ടായാലോ? അല്ല, പാലേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.